കൊല്ലം മുണ്ടക്കൽ പാപനാശം ബീച്ചിലേക്കും കണ്ടെയ്നർ എത്തിയിട്ടുണ്ട്. അതെ, രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഇവിടെ എത്ര കണ്ടെയ്നറുകളാണ് അടിഞ്ഞത്, അതിൽ എന്തൊക്കെ വസ്തുക്കളാണ് എന്നത് അറിയാൻ കഴിഞ്ഞോ? ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ശക്തികുളങ്ങരയിൽ അടിഞ്ഞ കണ്ടെയ്നറുകളിൽ നിന്ന് പുറത്തു വന്ന ന്യൂസ് പ്രിന്റ് അടക്കമുള്ള വസ്തുക്കളാണ്. ഒപ്പം തന്നെ ഗ്രീൻ ടീ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെയാണ് കണ്ടത്. നേരത്തെ ആലപ്പുഴയിൽ കണ്ടത് ഒരു ബൾഗേറിയൻ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള തുണി നിർമ്മാണ കമ്പനിക്ക് വേണ്ടിയുള്ള പഞ്ഞിയായിരുന്നു. അപ്പോൾ നിലവിൽ വന്നടിഞ്ഞതൊക്കെ അങ്ങനെ അത്ര അപകടകരമായൊരു സാധനങ്ങൾ വന്നിട്ടില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. അതിനിടയിലാണ് ഇപ്പോൾ കൊല്ലം മുണ്ടക്കൽ പാപനാശം ബീച്ചിലേക്ക് കൂടി കണ്ടെയ്നർ എത്തിയിരിക്കുന്നു എന്ന് അറിയാൻ കഴിയുന്നത്. അതിലെന്തെങ്കിലും വസ്തുക്കളുണ്ടോ, കാലി കണ്ടെയ്നറാണോ എന്നറിയില്ല. എന്തായാലും നിലവിൽ 640-ലേറെ കണ്ടെയ്നറുകൾ ആ ഷിപ്പിലുണ്ടായിരുന്നു. അതിൽ 40 എണ്ണമാണ് ആദ്യഘട്ടത്തിൽ കടലിലേക്ക് പതിച്ചത്. ബാക്കിയുള്ള കണ്ടെയ്നറുകൾ ഷിപ്പിൽ നിന്ന് വേർപെട്ടോ അതോ അതോടുകൂടിയാണോ ഷിപ്പ് താഴ്ന്നു പോയത് എന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. കോസ്റ്റ് ഗാർഡ് അടക്കമുള്ളവർ അക്കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ്. രാഹുൽ, കേൾക്കാമോ? ശരി, നമുക്ക് രാഹുലിലേക്ക് വരാം. അതിനു മുൻപ് നാട്ടുകാരുടെ പ്രതികരണങ്ങളൊന്ന് കേട്ട ശേഷം തിരിച്ചു വരാം. പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് ഒന്ന്, കടൽ പ്രക്ഷുബ്ധമായി നിൽക്കുകയാണ്. പ്രക്ഷുബ്ധമായി നിൽക്കുന്ന സാഹചര്യത്തിൽ മത്സ്യബന്ധനത്തിന് പോയ മത്സ്യബന്ധന യാനങ്ങൾ ഓടി കരയിലേക്ക് വരികയാണ്. അപ്പോൾ ഇത് അവരുടെ കണ്ണിൽപ്പെടാൻ യാദൃശികമായി യാനങ്ങളുമായി കൂട്ടിമുട്ടുകയാണെന്നുണ്ടെങ്കിൽ യാനങ്ങൾക്ക് അപകടം സംഭവിക്കാം. ബോട്ടുകൾ തകരാനുള്ള സാധ്യതയുണ്ട്. അത് കൂടുതൽ അപകടം സൃഷ്ടിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ വെള്ളം ശക്തമായിട്ട് തെക്കോട്ട് ഒഴുകുന്നതുകൊണ്ട് ഇത് തെക്കോട്ട് നീങ്ങും. ഇതിപ്പോൾ എവിടെ മറയുന്ന എത്തുമെന്ന് നമുക്കറിയത്തില്ല. വ്യക്തമായിട്ട് മൊത്തം തെക്കോട്ട് വലിക്കുക വെള്ളവും കാറ്റും 3 എണ്ണം ഒഴി വരുന്നുണ്ട്. 3 എണ്ണം. ഇപ്പോൾ അന്തരീക്ഷത്തിന് കാറ്റ് വടക്ക് നിൽക്കുന്നതുകൊണ്ട് ഈ സാധനം എപ്പോഴും തെക്കോട്ട് ഒഴുകത്തേ ഉള്ളൂ. എത്ര എണ്ണം ഉണ്ടെങ്കിൽ അത് തെക്കോട്ട് വരാനാണ് സാധ്യത. ഇനി വരത്തേ ഉള്ളൂ, മൊത്തം ഒഴി വരത്തേ ഉള്ളൂ. മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും വലിയ ഒരു ദോഷകരമാണ്. അത് കൊട്ടലേതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന് വിളിക്കുന്നത്. അതങ്ങനെ കരയടിഞ്ഞ് കിട്ടിയാൽ മതി. പിന്നെ മാത്രമേ കടലിൽ തന്നെ ഇത് ഉടക്കായി മാറി. ബോട്ടുകാർക്ക് പണിയെടുക്കാൻ പറ്റത്തില്ല, വള്ളക്കാർക്ക് പണിയെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ കണ്ടീഷനായി ഇപ്പോൾ കാണുന്നത്. തീരദേശവാസികളൊക്കെ ആശങ്കയിൽ തന്നെയാണ്. ഇപ്പോൾ യാനങ്ങളുമായി കണ്ടെയ്നറുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടാകുമോ എന്ന ആശങ്കയൊക്കെ ജനങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ ജി നാഥിലേക്ക് പോവുകയാണ്. രാഹുൽ, കൊല്ലം മുണ്ടക്കൽ പാപനാശം ബീച്ചിലും കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട്. എത്ര കണ്ടെയ്നറുകളാണ്, അതിൽ എന്തൊക്കെ വസ്തുക്കളാണുള്ളത്? ഇവിടെ കൊല്ലം ബീച്ചിന് സമീപത്താണ് ഈ പാപനാശം എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അവിടെ ഈ പറയുന്നത് പോലെ ഈ കണ്ടെയ്നർ വന്ന ഘട്ടത്തിൽ തന്നെ, അത് ഈ തീരത്തേക്ക് അടുക്കുമ്പോൾ തന്നെ കണ്ടെയ്നറിൻ്റെ സീല് പൊട്ടി കണ്ടെയ്നർ തുറന്നിരുന്നു. കാലിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം മറ്റൊരു വസ്തുവും പുറത്തു വീണിട്ടില്ല. അതാ ഇവിടെ അതിനെ മൂടിയിരുന്ന ഒരു കവറ് കാണാം, അതിനെ ചുറ്റിയിരുന്ന തെർമോക്കോളുകൾ കാണാം. ഇത് തന്നെയാണ് ചെറിയ അഴീക്കലും നമ്മൾ ഏറ്റവും ആദ്യം ഇന്നലെ രാത്രി ഒരു കണ്ടെയ്നർ അടിഞ്ഞപ്പോഴും കണ്ടത്. എന്തായാലും കൊല്ലം പട്ടണത്തിലേക്ക്, അത് പട്ടണത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ബീച്ചിലേക്കൊക്കെ ഇത്തരത്തിൽ കണ്ടെയ്നർ എത്തുന്നത് ആദ്യമായാണ്. കാരണം ഇത് ശക്തികുളങ്ങര, ചെറിയ അഴീക്കൽ, അത്തരത്തിൽ ആലപ്പുഴയിലേക്ക്, തോട്ടപ്പള്ളിയിലാണ് ആദ്യം ഇത് അടിയുമെന്ന് പ്രതീക്ഷിച്ചത്, ആലപ്പുഴ ജില്ലയിലെ. അതിനിപ്പുറത്തേക്കുള്ള പ്രദേശങ്ങളിലാണ് കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതലായി നമ്മൾ കണ്ടെയ്നർ അടിയുന്ന കണ്ടതെങ്കിൽ ഇപ്പോൾ കൊല്ലം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള കൊല്ലം ബീച്ചിലാണ് ഇപ്പോൾ ഈ കണ്ടെയ്നർ അടിഞ്ഞിരിക്കുന്നത്. അത് ഈ പാപനാശം ബീച്ച്, ഈ പ്രദേശവും ഈ പറയുന്നത് പോലെ ഈ കടൽ ശോഷണം മൂലം ഈ കടൽ ഭിത്തിയൊന്നുമില്ലാതെ, വഴിയൊന്നുമില്ലാത്ത സ്ഥലമാണ്. ആ വീടുകളൊക്കെ കാണാം. ആ പ്രദേശത്തേക്കാണ് ഇപ്പോൾ കണ്ടെയ്നർ വന്നിരിക്കുന്നത്. ഇവിടുന്ന് കണ്ടെയ്നർ എങ്ങനെ കൊണ്ടുപോകുമെന്നുള്ളത് ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. കാരണം ഒരു വാഹനം വരാനോ അല്ലെങ്കിൽ വാഹനത്തിന് ഇത്തരത്തിൽ ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, എടുത്തുയർത്താൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വരാനുള്ള വഴിയില്ലാത്തൊരു പ്രദേശമാണ്. തൊട്ടിപ്പുറത്ത് ഇതുമായി ബന്ധമില്ലെങ്കിൽ പോലും ഒരു വീട് നിൽക്കുന്നത് കാണാം. ഒരു വീട് അത്രമാത്രം ചരിഞ്ഞ് കടലിലേക്ക് വീഴാൻ എന്നോണം നിൽക്കുന്നത് കാണാം. ഇത്രമാത്രം ഒരു കടൽ ശോഷണത്തിൻ്റെ, ഒരു തീരശോഷണത്തിൻ്റെ പ്രശ്നമുള്ള ഒരു പ്രദേശമാണിത്. എന്തായാലും ആ പ്രദേശം തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ ഈ കണ്ടെയ്നർ അടിഞ്ഞിരിക്കുന്നത്. അതായത് കൊല്ലം ബീച്ചിന് മീറ്ററുകൾ മാത്രം അപ്പുറത്തുള്ള പാപനാശം ബീച്ച്, തൊട്ടപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇരവിപുരമാണ്. അപ്പോൾ അത്തരത്തിൽ ഇവിടെ ഈ കണ്ടെയ്നർ അടിഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് ഒന്നുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം വരുന്ന വഴിക്ക് തന്നെ ഇത് പാറയിൽ തട്ടി അതിൻ്റെ ഈ കതകിൻ്റെ സീല് പൊട്ടിയിരുന്നു. അങ്ങനെ തുറന്ന അവസ്ഥയിൽ. ശരി രാഹുൽ.